നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് കുറച്ച് താരങ്ങളുണ്ട്. അവരൊക്കെ കളിക്കുന്ന മെയിൻ മാച്ചിൽ മാത്രമായിരിക്കും. അതായത് അവർ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഓസ്ട്രേലിയൻ താരങ്ങളായ പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ്, മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങിയ താരങ്ങളൊക്കെ എപ്പോഴും കളിക്കുന്നത് ഈ ഒരു ഫൈനൽ, സെമി ഫൈനൽ പോലുള്ള ക്രൂഷ്യൽ ഗെയിംസിലാണ്. മിച്ചൽ സ്റ്റാർക്ക് അതിൽ അഗ്രഗണ്യരാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ IPL ഫൈനലിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. മിച്ചൽ സ്റ്റാർക്കാണ് KKR ഒരു കഴിഞ്ഞ IPL ഫൈനൽ ബോൾ എറിഞ്ഞ് വിജയിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വിജയിക്കുകയാണെങ്കിലും അതും മിച്ചൽ സ്റ്റാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പാറ്റ് കമ്മിൻസ് ആയിരിക്കും. പാറ്റ് കമ്മിൻസിൻ്റെ ആ ഒരു അവസാന ഇന്നിങ്സിലെ ആ ഒരു ബോളിംഗ്, അതായത് ഫൈനലിലെ ഫസ്റ്റ് ഇന്നിങ്സിലെ ഒരു ബോളിംഗ് എന്ന് പറയുന്നതൊക്കെ വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിലും ഹേസൽവുഡ് ആണെങ്കിലും ഇവരൊക്കെ വേറെ ലെവൽ രീതിയിലാണ് ബോൾ ചെയ്യുക. അതുപോലെ എടുത്തു പറഞ്ഞ് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ബാറ്റിങ്ങാണ്. അതായത് ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ 100-ലധികം ബോളുകൾ ഫേസ് ചെയ്ത ഒറ്റ വ്യക്തിയുള്ളത് മിച്ചൽ സ്റ്റാർക്കാണ്. 58 റൺസ് 136 പന്തിൽ. അതായത് 66-ന് 7 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ മിച്ചൽ സ്റ്റാർക്കിനെ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സോ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മിച്ചൽ സ്റ്റാർക്ക് എന്ന് തന്നെ പറയണം. ഏതാണ്ട് 278 റൺസിൻ്റെ ലീഡാണിപ്പോൾ ഓസ്ട്രേലിയക്കുള്ളത്. സോ ഈ ഒരു പിച്ചിൽ ബാറ്റ് ചെയ്ത് അത്രയും റൺ എടുക്കുക എന്ന് പറയുന്നത് പാടുള്ളൊരു കാര്യം തന്നെയാണ്. സോ സൗത്ത് ആഫ്രിക്ക ആ റൺ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഹാൻഡ്സ് ഓഫ്. അദ്ദേഹം ഇങ്ങനെയുള്ള സമയങ്ങളുടെ രാജാവാണ്, അതിലൊരു സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ഗുഡ് ബൈ.